തിങ്ങി നിറഞ്ഞ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ വാഹനത്തിൻ്റെ ബസ്സിനോട് ചേർന്ന് നിറഞ്ഞു നിൽക്കുകയാണ്. ഇവരെ മാറ്റി വേണം അദ്ദേഹം വാഹനത്തിലേക്ക് കയറ്റാനും. പോലീസിന് എന്തായാലും വലിയൊരു വെല്ലുവിളി നിറഞ്ഞൊരു അവസ്ഥയാണ്. കാരണം അത്രയേറെ തിരക്കുണ്ട്. ആളുകളെയും പറയാൻ പറ്റില്ല. ആളുകളും വളരെ വൈകാരികമായിട്ടാണ്, ഏറെ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നതാണ്. ഒറ്റ നോട്ടമൊന്ന് കാണാനുള്ള ഒരു വ്യഗ്രത ആളുകൾ പ്രകടമാക്കുന്നുണ്ട്. അതാണ് ഈ ഒരു തിരക്കിലേക്ക് വരുന്നത്. എന്തായാലും കൃത്യമായി നിയന്ത്രിക്കാനൊക്കെ പോലീസിന് കഴിയട്ടെ. ആളുകളും അധികം തിരക്ക് കൂട്ടാതെ പരമാവധി സഹകരിച്ചുകൊണ്ട് പൊതുദർശനം പൂർത്തിയാക്കാൻ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ശ്രമം ഉണ്ടാകട്ടെ എന്ന് കരുതുകയാണ്. സമയം 1:30 ഇവിടെ നിന്ന് 2 കിലോമീറ്റർ കഷ്ടി ദൂരം മാത്രമാണ് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ഉണ്ടാവുക. 2 മണിയോടുകൂടി അങ്ങോട്ടേക്ക് എത്തിയാൽ തന്നെ അവിടെയും ഒരു അരമണിക്കൂർ പൊതുദർശനം. അവിടെ നിന്ന് വീണ്ടും പോലീസ് ഗ്രൗണ്ടിലേക്ക് ഒരു 4 മണി വരെയെങ്കിലും അവിടെ, അതിനുശേഷം സംസ്കാര ചടങ്ങിലേക്ക് പോകാൻ കഴിയും എന്നൊരു നിലയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ സമയക്രമം എല്ലാം തെറ്റിയിരിക്കുകയാണ്. അഭിലാഷ് അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ടല്ലോ, സമയക്രമം എല്ലാം അവസാനിച്ചു, പൊതുദർശനം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയാണോ? അവരെ പരമാവധി പേരെ ഇവിടെ തന്നെ അല്ല, അവസാനിപ്പിക്കുക സാധ്യമല്ല ദിവിഷ്. കാരണം ഈ ക്യൂ എന്ന് പറയുന്നത് ദേശീയ പാത മുതൽ VS-ന്റെ ഈ പറവൂരിലെ വീട് വരെ നീണ്ട ക്യൂ ആണ്. അത്രയും വലിയ ക്യൂ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതിൽ ഒരു ഭാഗം ആളുകളെ കണ്ടു മടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ ചെയ്യുന്ന ക്രമീകരണം എന്താണെന്ന് വെച്ചാൽ ഒരേ സമയം 4 പേരെ അനുവദിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം. അത്രയും വേഗത്തിലാക്കാൻ നിർബന്ധിതരായിരിക്കുന്നു ഇവിടുത്തെ വോളണ്ടിയർമാർക്ക് വേഗം ഇത് തീർക്കണമെന്നുള്ള ഒരു പ്രശ്നമുണ്ട്. പക്ഷേ വോളണ്ടിയർമാരെ സംബന്ധിച്ച് അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതിനും അപ്പുറത്താണ് കാര്യങ്ങൾ. പോലീസിനും പരിമിതികളുണ്ട്. ബാരിക്കേഡ് നേരത്തെ തകർന്നിരുന്നു. പരമാവധി ശ്രമിക്കുന്നുണ്ട് വോളണ്ടിയർമാർ. പക്ഷേ അത്ര അധികം ജനക്കൂട്ടം പുറത്ത് നിൽക്കുകയാണ്. അവർക്ക് VS-നെ കാണണം എന്നുള്ളത്, അവർ അത്രയും നേരമായി കാത്തു നിൽക്കുകയാണ്. എവിടെ നിന്നൊക്കെയോ വന്ന മനുഷ്യരാണ്. 10, 12, 14 മണിക്കൂർ വരെ കാത്തു നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവരെ കാണിക്കാതെ മൃതദേഹം DC-യിലേക്ക് കൊണ്ടുപോവുക എന്ന് പറയുന്നതും സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല ഇപ്പോൾ. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇപ്പോൾ വോളണ്ടിയർമാർ ശ്രദ്ധിക്കുന്നത് അറ്റ് എ ടൈം 4 പേർക്ക് പൊതുദർശനം, അങ്ങനെ ഒരു സെക്കൻഡ് പോലും അവിടെ തുടരാൻ അനുവദിക്കാത്ത വിധത്തിൽ വളരെ വേഗം കാര്യങ്ങൾ ക്രമീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യുന്നത് ഈ വലിയ ക്രൗഡിന്റെ പശ്ചാത്തലത്തിൽ. പക്ഷേ വരുന്ന 10 മിനിറ്റ് കൊണ്ടും ഈ ക്രൗഡ് തീരില്ല. അത്രയും വലിയ ഇപ്പോൾ നിയന്ത്രണങ്ങൾ ഇവിടെ നിന്നുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കുകയാണ്. പരമാവധി ആളുകൾ പെട്ടെന്ന് വരട്ടെ എന്ന സമീപനത്തിലേക്ക് പോകുന്നു. അതായത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാമെന്ന് തോന്നുന്നു, പരമാവധി ആളുകളെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തുന്നു. റെഡ് വോളണ്ടിയർമാരുടെ നിയന്ത്രണങ്ങൾ, അതായത് ഈ ഗേറ്റിലുള്ള നിയന്ത്രണം നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം ഇനി ഇതിൽ കൂടുതൽ ഇതേ നിലയിൽ പോയാൽ 1 മണിക്കൂർ എടുത്താലും ഇത് കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് പരമാവധി ആളുകൾക്ക് കാണാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കുക എന്ന സമീപനത്തിലേക്ക് പോവുകയാണ്. എല്ലാ ആളുകളെയും 2 വരിയായി കഴിയുന്നത് വേണം നടത്തിയിട്ട് VS-ന് അത്യാവശ്യം അർപ്പിക്കുന്നതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. വലിയ തിരക്കുണ്ട്. അതിൽ കൂടുതൽ വരികളായ ആളുകളെ ഇരുവശത്തുകൂടെയും കയറ്റിവിട്ടുകൊണ്ടിരിക്കുകയാണ്. വേഗത്തിൽ ആളുകൾ അദ്ദേഹത്തെ കണ്ട നിയമവിചാരം അർപ്പിച്ച് പോകാനുള്ള ഒരു നിർദ്ദേശമാണ് അവിടെ നൽകുന്നത്. നിലവിൽ തന്നെ സമയക്രമമെല്ലാം ഒരുപാട് വൈകിയിരിക്കുന്നു. ഇനി 2 ഇടങ്ങളിൽ പൊതുദർശനമുണ്ട്. അതിനുശേഷം മാത്രമാണ് സംസ്കാര ചടങ്ങിലേക്ക് കൊണ്ടുപോകാൻ കഴിയുക. ആ 2 ഇടത്തും ഇനി വളരെ കുറച്ച് സമയം മാത്രമേ. ഇവിടെ ഇത്രയും സമയം എടുത്തതുകൊണ്ട് തന്നെ ആ 2 ഇടങ്ങളിലും അതിനനുസരിച്ച് സമയം കുറയാനാണ് സാധ്യത. അസ്തമയത്തിന് മുൻപ് സംസ്കാരം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്.